CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടാണ് രംഗത്തെത്തിയത്. UDF ഭരണത്തിലെ ഇരുണ്ട കാലം തിരിച്ചു വരാതിരിക്കുന്നതിനും വികസന സ്ഥിരതയ്ക്കും LDF സർക്കാരിന് തുടർച്ചയുണ്ടാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു പറഞ്ഞു. LDF എളവള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് ഉന്നതി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലക്സുകളും ചട്ടകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. ചുവപ്പിലലിഞ്ഞ് കണ്ടാണശ്ശേരി. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റാലിയോടെ LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെരുമ്പിലാവിൽ പ്രശസ്ത ഗായകൻ സലീം കോടത്തൂർ നടത്തിയ ഗാനമേള ശ്രദ്ധേയമായി. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വാഹന പര്യടനം കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ സംസ്ഥാനത്ത് മദ്യശാലകൾ അടഞ്ഞുകിടക്കും. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 2 ദിവസത്തേക്ക് കേരളത്തിൽ ഡ്രൈ ഡേ. ഇനി വ്യാഴാഴ്ച വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം മാത്രമാകും മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തനം ആരംഭിക്കുക. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് മണ്ഡലം പൊതുയോഗം സംഘടിപ്പിച്ചു. തുടർഭരണം സുനിശ്ചിതം എന്ന മുദ്രാവാക്യവുമായി LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. UDF കുന്നംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബസംഗമം നടത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിച്ച കേസിൽ അണ്ടത്തോട് സ്വദേശിയായ യുവാവിന് 32 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് പടിഞ്ഞാറയിൽ വീട്ടിൽ ഷുഹൈബ് അക്തറിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പൊതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പുന്നേർകുളം ചമ്മനൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കാർമ്മികനായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.